now we have to look about the forelimb bud initiation, after that hindlimb bud initiation. Alright, so before moving into that topic, നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണം, RA and FGF8. What is RA? It is retinoic acid and FGF8 is fibroblast growth factor 8. Okay, കാരണം ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ആണ് limb bud initiationനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ബേസിക്കലി ദിസ് സൈഡ് വിൽ ബി ദ പ്രോക്സിമൽ സൈഡ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി ദ ഡിസ്റ്റൽ സൈഡ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റെറ്റിനോയിക് ആസിഡ് ആൻഡ് ദ റെഡ് കളർ ഷോസ് ദ കോൺസെൻട്രേഷൻ ഓഫ് FGF8. ഓക്കെ, സോ ഫ്രം ദിസ് ഫിഗർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇൻ ദി പ്രോക്സിമൽ സൈഡ് അതായത് സ്റ്റൈലോപോഡ് വരുന്ന ആ ഒരു റീജിയൻ. ഓക്കെ, അല്ലെങ്കിൽ സിംപിൾ ഇങ്ങനെ നോക്കി ഓർത്താൽ മതി, പ്രോക്സിമൽ സൈഡിൽ RA കോൺസെൻട്രേഷൻ ആയിരിക്കും ഹയർ. വെൻ മൂവിങ് ടുവേർഡ്സ് ദ ഡിസ്റ്റൽ ഏരിയ the concentration of RA declines. Okay, in the distal area the concentration of FGF8 is more, and when moving towards the proximal area concentration of FGF8 declines. Okay, അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം, പ്രോക്സിമൽ സൈഡിൽ RA ആണ് ഏറ്റവും കൂടുതലുള്ളത്, FGF8 ഇല്ലെന്ന് തന്നെ പറയാം. ഇനി മിഡിൽ പോർഷനിൽ വരുമ്പം കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് RA ആൻഡ് FGF8 ആർ പ്രസൻറ്റ് ഇൻ എൻ മോഡറേറ്റ് ലെവൽ. ഓക്കെ, ഡിസ്റ്റൽ ഏരിയയിൽ വരുമ്പം FGF8ൻ്റെ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിരിക്കും, ബട്ട് RA കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നിൽ. Okay, so for the formation of stylopod we require higher concentration of RA. For the formation of zygopod we need moderate amount of RA and FGF8. For the formation of autopod we need high concentration of FGF8. Okay, so about the forelimb bud initiation. ഈ റീജിയനിലായിരിക്കും ഫോർലിംബ് ഫോർമേഷൻ നടക്കുന്നത്, ആൻഡ് ദിസ് റീജിയൻ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഹിൻഡ് ലിംബ്. ഓക്കെ, ഫോർലിംബ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് അല്ലെങ്കിൽ വിങ്സ്, ഹിൻഡ് ലിംബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ്സ് വരുന്ന പോർഷനാണ്. ഓക്കെ, സോ വി വിൽ ലുക്ക് about the forelimb bud initiation. We know that this is the lateral plate mesoderm, this will be the ectoderm in blue color. Okay, and this side will be the posterior side, this side will be the distal side. നമ്മൾ നേരത്തെ കണ്ടു, posterior സൈഡിൽ retinoic ആസിഡിൻ്റെ concentration will be higher. This will help in the activation of TBX5. Okay, TBX5 it is specific for forelimb bud initiation, അല്ലെങ്കിൽ ഇൻ ദ ഫോർലിംബിൽ മാത്രമാണ് TBX5 കാണപ്പെടുന്നത്. ഓക്കെ, ഇത് ഫർദർ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദി ആക്ടിവേഷൻ ഓഫ് WNT2B. ലേറ്റർ ഓൺ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദി എക്സ്പ്രഷൻ ഓഫ് FGF10. FGF എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഫാക്ടറാണ്. ഗ്രോത്ത് ഫാക്ടർ എന്താ ചെയ്യുക? വി നോ ദാറ്റ് ദിസ് പോർഷൻ ഈസ് ദ പ്രോഗ്രസ് സോൺ. പ്രോഗ്രസ് സോണിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രോഗ്രസ് സോണിൽ മീസെൻകൈമൽ സെൽസിൻ്റെ പ്രോലിഫറേഷൻ നടക്കുന്നുണ്ട്. Who maintains this proliferation? FGF10 maintains the proliferation of mesenchyme cells in progress zone. Okay, പിന്നെ FGF10 ചെയ്യുന്ന വേറെ കാര്യങ്ങൾ എന്താണ്? ഇവർ എക്ടോഡേമിൽ ഉള്ള WNT3A ആക്ടിവേറ്റ് ചെയ്യിക്കും. ഫർദർ ബൈ ബീറ്റ കാരറ്റിനിൻ പാത്വേ activation of FGF8 also occurs in the ectoderm. FGF8, okay, this is also a growth factor. ഇവരെന്താ ചെയ്യുന്നത്? സെൽ proliferation in the ectoderm. സെൽ proliferation നടക്കും ഇവിടെ. As a result, ഇവിടെ സെൽ ectoderm thickening will occur, which results in the formation of AER, apical ectodermal ridge. Okay, apical ectodermal ridge എന്താ ചെയ്യുന്നത്? അവരൊരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, which helps in to maintain the proliferation of mesenchyme cells. That signal will be the FGF8, because here you can see that FGF8 will also help in maintaining the expression of FGF10. Okay, so now this portion is clear, I hope. Okay, so next is the hind limb formation അല്ലെങ്കിൽ hind limb bud initiation. Hind limb bud initiation നോക്കുമ്പോൾ we have to consider three factors: PITX1, TBX4 and islet1. You should be clear that PITX1 is seen only in chick hind limb, islet1 is seen only in mouse hind limb. Okay, സോ ഏതെങ്കിലും എക്സാംസിനോ അല്ലെങ്കിൽ MCQസിലൊക്കെ ചോദിക്കുവാണ് ഹിൻഡ് ലിംബ് ബഡ് ഇനിസിയേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതിൽ PITX1, TBX4, islet1 എന്നൊരു ഓപ്ഷൻ കാണുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ദി ആക്യുറേറ്റ് വൺ. ഓക്കെ, സോ വി ക്യാൻ സീ ദ പ്രോസസ് ഓഫ് ഹിൻഡ് ലിംബ് ബഡ് ഇനിസിയേഷൻ. ഇവിടെ PITX1ഉം TBX4 ഇവർ ചെയ്യുന്നത്, PITX1 ആക്ടിവേറ്റ്സ് TBX4 വിച്ച് വിൽ ലേറ്റർ ഓൺ ആക്ടിവേറ്റ്സ് WNT8C. അതിനുശേഷം ഇറ്റ് വിൽ ആക്ടിവേറ്റ് FGF10. Then WNT3A gets activated in the ectoderm, which will helps in the activation of FGF8 in the ectoderm. Okay, മൗസിൻ്റെ കേസിലാണെങ്കിലും ഇതുപോലെ തന്നെ islet1 will further activates FGF10, then WNT3A activation, further FGF8.
ഈ 3 കേസ് നോക്കുവാണെങ്കിൽ, അതായത് ഫോർലിം ആൻഡ് ഹിൻലിം ഫോർമേഷൻ നോക്കുവാണെങ്കിൽ, വി ക്യാൻ സീ ദാറ്റ് ഓൺലി a difference is seen in the first half of the process. അതായത് ഫോർലിംബിൽ റെറ്റിനോയിക് ആസിഡ് ആൻഡ് TBX5 വരുന്നുണ്ട്. ഹിൻലിംബിൽ PITX1 TBX4 ILET1 വരുന്നുണ്ട്. ഇത്രയും പോർഷൻസിലാണ് ഡിഫറൻസ് ഉള്ളത്. ബാക്കി പോർഷൻസിൽ, അതായത് FGF10 ദെൻ WNT3A ആഫ്റ്റർ ദാറ്റ് FGF8, ഇത്രയും പോർഷൻസിൽ സെയിം ആയിരിക്കും പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം മീസോഡേമിൽ എന്തൊക്കെ നടക്കുന്നു, എക്ടോഡേമിൽ എന്തൊക്കെ നടക്കുന്നു. The role of mesoderm and ectoderm is very important in the case of limb formation. In this experiment, the expression of TBX5 and TBX4 is determined. Okay, so TBX5 is represented in blue color and TBX4 is represented in red color. This region will be the forelimb region and this region will be hindlimb region. Okay, so from this experiment it is clear that TBX5 is specific for the region of forelimb, otherwise wing development or hand development, and TBX4 it is specific for hind limb development, okay, അല്ലെങ്കിൽ leg development. And what happens if FGF bead, FGF means what is that? Fibroblast growth factor. Okay, if FGF bead is placed in a region between forelimb region and hind limb region, okay, നമ്മൾ ഈ ഫോർലിംബിൻ്റെയും ഹിൻലിംബിൻ്റെയും ഇടയ്ക്കുള്ളൊരു റീജിയനിൽ FGF ബീഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡെവലപ്മെൻറ്റ് സംഭവിക്കും. എങ്ങനെ, എന്ത് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് സംഭവിക്കുന്നത്? വി നോ FGF ഈസ് ദ ഗ്രോത്ത് ഫാക്ടർ. സോ ഈ ഗ്രോത്ത് ഫാക്ടറും ഈ പെർട്ടിക്കുലർ TBX5 ഓർ TBX4 തമ്മിൽ കോൺടാക്റ്റിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? വി നോ ദിസ് FGF ബീഡിൻ്റെ അപ്പർ പോർഷൻ, ഓക്കെ, അപ്പർ പോർഷൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് TBX5. ആസ് എ റിസൾട്ട്, ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് വി ക്യാൻ സീ ദാറ്റ് ഹാഫ് പോർഷൻ വിൽ ബി ഡെവലപ്ഡ് ഇൻ ടു ഫോർലിംബ് ആൻഡ് FGFൻ്റെ ലോവർ portion comes in contact with TBX4. Okay, so because of this interaction, athram portion will develop into hind limb portion. Okay, so this is a chimera. Chimera means a mixture of something. So here it is a mixture, അല്ലെങ്കിൽ hybrid form of both forelimb and hind limb. Forelimb is denoted in blue color, hind limb is denoted in red color. So from this section it is clear that TBX5 which develops into forelimb is specific for forelimb, okay, and TBX4 is specific for hind limb and it leads to the development of leg. Okay, ഇനി അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ് അല്ലെങ്കിൽ AER അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിയാണ് നോക്കുന്നത്. സോ ബിഫോർ ദാറ്റ്, ജസ്റ്റ് ടു മേക്ക് മോർ ക്ലിയർ, ദിസ് ഈസ് ദ ഫോർലിംബ് പോർഷൻ. ഓക്കെ, ഫോർലിംബ് പോർഷൻ്റെ ആക്സിസ് ഏതാണ്? പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് പ്രോക്സിമൽ ആക്സിസ്, റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഡിസ്റ്റൽ ആക്സിസ്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് ഈസ് ദ അപ്പർ പോർഷൻ അല്ലെങ്കിൽ ഫോർലിംബ് പോർഷൻ. ഓക്കെ, ഫോർലിംബ് പോർഷനാണ്. അതിൻ്റെ ഫോർലിംബ് മീസൻകൈം സെൽസ് ആണ് ഈ ബ്ലൂ സർക്കിൾസിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് above that mesenchyme region there is AER. Okay, so completely ഇതൊരു ഫോർലിംബിൻ്റെ സ്ട്രക്ചറാണ്. this part is the ectoderm and അടി കിടക്കുന്നതാണ് mesenchyme of forelimb. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ AERനെ റിമൂവ് ചെയ്യും. AERനെ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? വി നോ ദാറ്റ് ഇൻ ദ AER FGF8ൻ്റെ എക്സ്പ്രഷൻ നടക്കുന്നുണ്ട്, വിച്ച് ഹെൽപ്സ് ഫോർ ദ proliferation of this cell. അതുകൂടാതെ തന്നെ they will help for the maintaining the proliferation of mesenchyme cells which is situated beneath the AER. ഓക്കെ, സോ നമ്മൾ AERനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ FGF8ൻ്റെ എക്സ്പ്രഷൻ നടക്കത്തില്ല, വിച്ച് മീൻസ് mesenchyme സെൽസിൻ്റെ proliferation അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടത്തില്ല, വിച്ച് റിസൾട്ട്സ് ഇൻ ദി ലിംബ് ഡെവലപ്മെൻറ്റ് സീസിങ്, അല്ലെങ്കിൽ ലിംബ് ഡെവലപ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മളിവിടെ ഒരു എക്സ്ട്രാ AER അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഒരു AER ആണ് ഉള്ളതെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു വിങ് ഡെവലപ്മെൻറ്റ് നടക്കും ഇൻ ദ കേസ് ഓഫ് ചിക്ക്. ആൻഡ് ഒരു എക്സ്ട്രാ AER വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ അനദർ സെറ്റ് ഓഫ് വിങ് വിൽ develop. That means duplication of wing happens here. All right. And third experimental നമ്മൾ ചെയ്തത് ഇവിടുന്ന് ഫോർലിംബ് mesenchyme is replaced with leg mesenchyme. ഓക്കെ, leg mesenchyme ഏരിയയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? TBX5 ആണോ TBX4 ആണോ? TBX4. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വി നോ ദാറ്റ് AERൽ നിന്നും FGF8 ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് വിൽ ഹെൽപ്പ് in the maintaining the proliferation of mesenchyme cell, leg mesenchyme cell. Okay, as a result ഇവിടെ എന്താ സംഭവിക്കുക? ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇവിടെ എന്താണുള്ളത്? TBX4
ആൻഡ് ടി ബി എക്സ് ഫോറും ഇവിടുത്തെ FGF8ഉം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു FGF10ഉം ഉണ്ട് അല്ലേ. ഇതിനെല്ലാത്തിൻ്റെയും ഇൻട്രാക്ഷൻ എന്ത് മീഡിയേറ്റ് ചെയ്യും? ഇറ്റ് വിൽ മീഡിയേറ്റ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലെഗ് ഡെവലപ്മെൻറ്റ് നടക്കും. ആൻഡ് ഫോർത്ത് എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു? നമ്മൾ ഫോർ ലിംബ് മീസെൻകൈം വാസ് റീപ്ലേസ്ഡ് ബൈ നോൺ ലിംബ് മീസെൻകൈം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, മീസെൻകൈം സെൽസ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ലിംബ് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മീസെൻകൈം സെൽസ് അവരാണ് പ്രോലിഫറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോൺ ലിംബ് മീസെൻകൈം ദേ വിൽ നോട്ട് പ്രോലിഫറേറ്റ്. ഓൾറൈറ്റ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന TBXോ FGF10 അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും അവിടെ കാണത്തില്ല. ഓക്കെ, ആസ് എ റിസൾട്ട് AER ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ ലിംബ് ഡെവലപ്മെൻറ്റ് സീസ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്താണ്? ഇവിടെ AER ഈസ് റീപ്ലേസ്ഡ് ബൈ FGF ബീഡ്. നമുക്കറിയാം AERൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? അതിൻ്റെ അകത്ത് FGF ഉണ്ടായിരുന്നു, FGF8 ഉണ്ടായിരുന്നു. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദി പ്രൊലിഫറേഷൻ ഓഫ് ദിസ് മീസെൻകൈം സെൽ ആൻഡ് ഫർദർ ഇറ്റ് വിൽ മീഡിയേറ്റ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് ലിംബ്. ഓക്കെ, AERും FGFും ഈക്വൽ ഫംഗ്ഷനാണ് നടക്കുന്നത് ഫോർ ഈസിയർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ AERനെ വെച്ചാലും FGFനെ വെച്ചാലും ഇവിടെ ഫോർ ലിംബ് മീസെൻകൈം ഉണ്ടെങ്കിൽ ഒബിയസ്ലി അവിടെ ഒരു നോർമൽ വിങ് ഫോർമേഷൻ നടക്കും. സോ ഫ്രോം ഓൾ these experiments it is clear that due to the interaction of factors present in four-limb mesenchyme cells and this ectodermal portion, development of four-limb occurs. Okay, four-limbന് പകരം അവിടെ ഹിൻലിംബ് മീസെൻകൈം ആണ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ലെഗ് ഡെവലപ്മെൻറ്റ് തന്നെ സംഭവിക്കുമായിരുന്നുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെക്ഷൻ ഈസ് ക്ലിയർ. Okay, so here we will discuss about an experiment. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് കൺട്രോൾ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ലിംബ് ഈസ് കോറിലേറ്റഡ് വിത്ത് ദ ഏജ് ഓഫ് ദി പ്രോഗ്രസ് സോൺ മീസെൻകൈം. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഏജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിവിടെ യങ് എന്നും ഓൾഡ് എന്നും കാണുന്നുണ്ട്. യങ് എന്ന് പറയുമ്പോഴൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവിടെ ലിംബ് ബഡിൻ്റെ ഇനിഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സ്റ്റൈലോപോഡിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ആസ് ഇൻ ദ കേസ് ഓഫ് ലിംബ് അനാട്ടമി. ഓൾഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഓർക്കുക, ഡെവലപ്മെൻറ്റ് ഓഫ് ലിംബ് ബഡ് ടുവേർഡ്സ് ദ ഡിസ്റ്റൽ സൈഡ് ഈസ് ബീൻ പ്രോഗ്രസിങ് അല്ലെങ്കിൽ ഈസ് ഹാപ്പനിങ്. ഓക്കെ, സോ ഓൾഡ് ലിംബ് ബഡ് അല്ലെങ്കിൽ ഓൾഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ലൈക്ക് ലിംബ് ബഡ് ആയിക്കോട്ടെ പ്രോഗ്രസീവ് സോൺ ആയിക്കോട്ടെ, ഓൾഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഓർക്കുക, അവിടെ സ്റ്റൈലോപോഡ് സൈഗോപോഡിൻ്റെ ഫോർമേഷനൊക്കെ നടന്നിട്ടുണ്ട്. യങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലിംബ് ബഡ് ഇനിഷ്യേഷൻ ആയിട്ടുള്ളൂ, ആ ഒരു സ്റ്റേജാണ് യങ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. സോ ഇൻ ദ ഫസ്റ്റ് കേസ് യങ് പ്രോഗ്രസ് സോൺ മീസെൻകൈം ഈസ് പ്ലേസ്ഡ് ഓൺ ടു ഓൾഡ് ലിംബ് ബഡ്. ഓൾഡ് ലിംബ് ബഡ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ഡിസ്റ്റൽ ഏരിയയിലോട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഡിസ്റ്റൽ ഏരിയയിലോട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതാണ് ഓൾഡ് ലിംബ് ബഡ്. ആൻഡ് ദാറ്റ് മീൻസ് ഇവിടെ സ്റ്റൈലോപോഡ് ഫോം ചെയ്തിട്ടുണ്ട്, സൈഗോപോഡ് ഫോം ചെയ്തിട്ടുണ്ട്, ദാറ്റ് റേഡിയസ് അൾനസ്. ഓക്കെ, സൈഗോപോഡും ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ യങ് PZ ആ ഒരു ടൈമിലാണ് നമ്മൾ യങ് പ്രോഗ്രസ് ഓൺ മീസെൻകൈം സെൽ പ്ലേസ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുന്നത്? ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദാറ്റ് ഫാക്ടേഴ്സ്, ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഇവിടെ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമുക്കറിയാം യങ് പ്രോഗ്രസ് ഓൺ മീസെൻകൈം സെൽസ് ആണ്. ഓക്കെ, സോ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ അവരിലുള്ള ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം കംപ്ലീറ്റ് ലിംബ് വിൽ ബി ഫോംഡ് അല്ലെങ്കിൽ ലിംബ് ഡ്യൂപ്ലിക്കേഷൻ വിൽ ഒക്കർ. കണ്ടോ, ഇവിടെ സ്റ്റൈലോപോഡ് അഗെയിൻ ഫോം ചെയ്തിട്ടുണ്ട്, സൈഗോപോഡ് ഫോം ചെയ്തിട്ടുണ്ട്, ആസ് വെൽ ആസ് ദി ഓട്ടോപോഡ് ഈസ് ഓൾസോ ഫോംഡ്. ആസ് ഇൻ ദ കേസ് ഓഫ് ദി സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തത് ഓൾഡ് പ്രോഗ്രസ് ഓൺ മീസെൻകൈം സെൽസ് ആർ പ്ലേസ്ഡ് ഇൻ ടു യങ് ലിംബ് ബഡ്. ഓക്കെ, സോ യങ് ലിംബ് ബഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ സ്റ്റൈലോപോഡ് ഫോർമേഷൻ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അവിടെ നമ്മൾ ഓൾഡ് PZ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓൾഡ് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, ദാറ്റ് ഈസ് സൈഗോപോഡ് ഫോർമേഷൻ നടക്കത്തില്ല. അതിന് പകരം ജസ്റ്റ് ഓട്ടോപോഡ് ഫോർമേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. ദിസ് സ്റ്റൈലോപോഡ് ആൻഡ് ഓട്ടോപോഡിൻ്റെ ഫോർമേഷൻ മാത്രമേ നടക്കത്തുള്ളൂ, ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചർ ഫോം ചെയ്യത്തില്ല. Okay, that is in the case of the second experiment. Therefore, we can say that the age of progress on mesenchyme and this proximal distal specification is correlated. Young ആണ് വെക്കുന്നതെങ്കിൽ, ഓക്കെ, യങ് ആണ് വെക്കുന്നതെങ്കിൽ
complete limb will be formed. That is, stylopod, zygopod and autopod will be formed. But if we are placing old progress zone, then only the autopod will be formed. ഓക്കെ, അതായത് ഓൺലി ദ ലേറ്റർ പോർഷൻ വിൽ ബി ഫോംഡ്. യങ് വെക്കുവാണെങ്കിൽ ആദ്യം മുതലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഫോം ചെയ്യും. ഓൾഡ് വെക്കുവാണെങ്കിൽ ഏറ്റവും അവസാനം ഫോം ചെയ്യുന്ന ആൾ മാത്രമേ വരികയുള്ളൂ. ഓക്കെ, gradient model of limb patterning. Before moving into that, we need to look this figure. This we have discussed earlier. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ഗ്രേഡിയൻറ്റിൻ്റെ കേസാണ്. ഓക്കെ, ഗ്രേഡിയൻ്റ് എങ്ങനെയാണ് ലിംബ് ഫോർമേഷനെ മീഡിയേറ്റ് ചെയ്യുന്നത്? ഗ്രേഡിയൻ്റ് ഓഫ് വാട്ട്? ഗ്രേഡിയൻ്റ് ഓഫ് റെറ്റിനോയിക് ആസിഡ് ആൻഡ് FGF8. ദിസ് വി ഹാവ് ഡിസ്കസ്ഡ് earlier. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. പ്രോക്സിമൽ സൈഡിൽ RAയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്റ്റൈലോപോഡ്. അതുപോലെ തന്നെ ഈ RA വിൽ ഇൻഹിബിറ്റ് ദി FGF8. ഓക്കെ, ഇനി ഡിസ്റ്റൽ എൻഡിൽ FGF8 ആണ് ഹയർ കോൺസെൻട്രേഷൻ ഉള്ളത്. ദിസ് വിൽ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഓട്ടോപോഡ്. ഓൾസോ FGF8 ഇൻഹിബിറ്റ്സ് RA. ഓക്കെ, ഇനി ഈ സെൻട്രൽ പോർഷനിൽ ഇവർ രണ്ടുപേരുടെ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ഇവരുടെ കോൺസെൻട്രേഷൻ ഉണ്ട്. ദിസ് മീഡിയേറ്റ്സ് ദി ഫോർമേഷൻ ഓഫ് സ്യൂഗോപോഡ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് റെറ്റിനോയിക് ആസിഡ് ആൻഡ് FGF8 ഡ്യൂറിങ് ദിസ് ലിംബ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ വി നോ ദാറ്റ് ഹോക്സ് ജീൻസ് ഉണ്ട്. ഹോക്സ് ജീൻസ് ആണ് റെറ്റിനോയിക് ആസിഡിൻ്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഹോക്സ് ജീൻസ് വിൽ മീഡിയേറ്റ് ദി കണ്ടിന്യൂസ് എക്സ്പ്രഷൻ ഓഫ് റെറ്റിനോയിക് ആസിഡ് ഇൻ ദി പ്രോക്സിമൽ എൻഡ്. ഓക്കെ, സോ പ്രോക്സിമൽ എൻഡിൽ റെറ്റിനോയിക് ആസിഡിൻ്റെ എക്സ്പ്രഷൻ നടക്കും. ആൻഡ് ദിസ് റെറ്റിനോയിക് ആസിഡ് എന്താ ചെയ്യുക? ഈ റെറ്റിനോയിക് ആസിഡ് ബൈ ദി ആക്ടിവേഷൻ ഓഫ് MEIS1 MEIS2 ജീൻസ് ഇൻഹിബിറ്റ്സ് FGF and WNT. ഓക്കെ, അതായത് പ്രോക്സിമൽ എൻഡിൽ റെറ്റിനോയിക് ആസിഡ് ആരെ ഇൻഹിബിറ്റ് ചെയ്യും? FGFനെയും WNTനെയും ഇൻഹിബിറ്റ് ചെയ്യും ത്രൂ ദി ആക്ടിവേഷൻ ഓഫ് MEIS1 and MEIS2. ഓക്കെ, ഇനി എങ്ങനെയാണ്? അതുകൂടാതെ തന്നെ നമ്മളിപ്പം ഡിസ്റ്റൽ സൈഡിലുള്ള FGFനെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദി FGF എന്താണ്? ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, ഡിസ്റ്റൽ എൻഡിലുള്ള FGF ചെയ്യുന്നത് ദിസ് വിൽ ആക്ടിവേറ്റ് CYP26B1 പ്രോട്ടീൻ. CYP26B1 പ്രോട്ടീൻ എന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് ദിസ് പ്രോട്ടീൻ വിൽ ഇൻഹിബിറ്റ് റെറ്റിനോയിക് ആസിഡ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഹയർ കോൺസെൻട്രേഷൻ റെറ്റിനോയിക് ആസിഡ് വിൽ ഇൻഹിബിറ്റ് FGF. എങ്ങനെ? ബൈ ദി ആക്ടിവേഷൻ ഓഫ് MEIS1 and MEIS2. ഇനി ഹയർ കോൺസെൻട്രേഷൻ ഓഫ് FGF വിൽ ഇൻഹിബിറ്റ് റെറ്റിനോയിക് ആസിഡ്. ഹൗ? ബൈ ദി ആക്ടിവേഷൻ ഓഫ് CYP26B1 പ്രോട്ടീൻ. ഓക്കെ, so at the proximal end there is the high expression of retinoic acid, and distal endil there is high expression of FGF. ഇനി ലിംബിൻ്റെ ഫോർമേഷൻ ഏത് സൈഡിലേക്കാണ്? ഫ്രം പ്രോക്സിമൽ ടുവേർഡ്സ് ദി ഡിസ്റ്റൽ സൈഡ്. ഓക്കെ, സോ as the gradient occurs towards the distal side, and as the AER forms അല്ലെങ്കിൽ എപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ് ഫോം ചെയ്താൽ പിന്നീട് FGFൻ്റെ കണ്ടിന്യൂസ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. വി നോ ദാറ്റ് ഇൻ ദി എപ്പിക്കൽ ectodermal ridge there is the expression of FGF8. Okay, FGF8ൻ്റെ expression ഉണ്ട്. Therefore we can say that in the distal end when the AER forms then we will get the continuous expression of FGF. So ഈ AERലുള്ള FGF8 എന്താ ചെയ്യുക? FGF8 expression കാണിക്കുന്നുണ്ട് which will ultimately activates the expression of FGF10. FGF10 ചെയ്യുന്നത് they will maintain the proliferation of mesenchymal cells in this distal side. Okay, നമ്മൾ പറഞ്ഞു AERൻ്റെ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് എക്സ്പ്രഷൻ ഓഫ് FGF8 അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ കണ്ടിന്യൂസ് എക്സ്പ്രഷൻ ഓഫ് FGF will inhibit what? Will inhibit MEIS1 and MEIS2 so that ഇവിടെ retinoic acidൻ്റെ എക്സ്പ്രഷൻ ഒന്നും നടക്കാൻ പാടില്ല. Therefore the limb will develop distally, അല്ലെങ്കിൽ ഡിസ്റ്റൽ സൈഡിലേക്കായിരിക്കും ലിംബിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ ആസ് എ റിസൾട്ട് ഇവിടെ ഒരു ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യും ബിറ്റ്വീൻ ദ റെറ്റിനോയിക് ആസിഡ് ആൻഡ് FGF. ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ കേസാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, സോ ഹിയർ ദ റെറ്റിനോയിക് ആസിഡ് ഇൻഹിബിറ്റ്സ് FGF8 ത്രൂ MEIS1 MEIS2 ആൻഡ് എ ഡിസ്റ്റൽ പോർഷൻ FGF8 വിൽ ഇൻഹിബിറ്റ് റെറ്റിനോയിക് ആസിഡ് ത്രൂ CYP26B1 protein. Therefore the relatively high RA to FGF8 threshold determines the stylopod to zygopod transition, അല്ലേ? High concentration of RA to FG8, and while a low RA to FGF8 threshold determines the zygopod to autopod transition. ഇനിയുടെ വേറൊരു കാര്യം പറയാനുള്ളത്
റെറ്റിനോയിക് ആസിഡിൻ്റെ ഹൈ ലെവൽ ഓഫ് എക്സ്പ്രഷൻ ഒക്കേഴ്സ് ഇൻ ഫോർ ലിംബ്. ഓക്കെ, ഫോർ ലിംബിലാണ് ഈ പറഞ്ഞിരിക്കുന്ന റെറ്റിനോയിക് ആസിഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹിൻ ലിംബിൽ റെറ്റിനോയിക് ആസിഡിൻ്റെ എക്സ്പ്രഷൻ നിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ.